ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ സമയം ഇപ്പം ഉച്ചയ്ക്ക് 12:30 ആയിട്ടുണ്ട്. അപ്പം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹാഫ് ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറയാം കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈദിൻ്റെ അന്ന് ദിവസമാണ്, ഫ്രൈഡേ ആണ്. ഞങ്ങളുടെ ക്വാറന്റൈൻ 2 ആഴ്ചത്തെ 14 ദിവസത്തെ ക്വാറന്റൈൻ ഇന്നത്തോടുകൂടി അവസാനിക്കും കേട്ടോ. അപ്പം ഇന്ന് രാത്രിയോടുകൂടി 2 ആഴ്ച കഴിയും, 14 ദിവസം കഴിയും. നാളെ തൊട്ട് പുറത്തിറങ്ങാം. അപ്പം ഇന്ന് അപ്പം ഞങ്ങൾ ഈദാണ്, പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല. എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈദ് മുബാരക്, ഹാപ്പി ഈദ് കേട്ടോ. ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവരും ഇപ്പം വീട്ടിൽ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കുമായിരിക്കും അല്ലേ. അപ്പം ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയൊന്നും ഇല്ല. ഉച്ചയ്ക്ക് പ്ലാൻ എന്ന് പറയുന്നത് ചോറ് വെക്കണം, മത്തങ്ങ ഇരിപ്പുണ്ട്, ഒരു എരിശ്ശേരി വെക്കണം, പിന്നെ ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി. ഇതാണ് ഞങ്ങളുടെ ഒരു ലഞ്ച്. പിന്നെ ഇച്ചിരി പുറത്തു ഇന്നലെ മേടിച്ച ചിക്കനൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് നോൺ വെജ് അങ്ങനെ അതൊക്കെ ഇരിപ്പുള്ളതുകൊണ്ട് അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം എന്താണ്, ആദ്യം നമുക്ക് കിച്ചണിലോട്ട് പോകാം. വലിയൊരു മത്തങ്ങ. ഇത് ഞങ്ങൾ വന്നതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓൺലൈന് മേടിച്ചതാണ്. ഇതുവരെ ഇത് എടുത്തൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാവരും, രശ്മിയും സിറിയയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കൊണ്ട് തരുന്നത് കാരണം ആക്ച്വലി വലിയ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഹെൽപ്പായിരുന്നു. അവരെല്ലാവരും ഓരോന്നും ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ, സിറിയ അപ്പോൾ ചിക്കൻ കറിയും, രശ്മി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ചപ്പാത്തി, ചിക്കൻ അങ്ങനെ എല്ലാവരും കൊണ്ട് തന്നോണ്ട് എനിക്ക് ആക്ച്വലി അങ്ങനെ ഞാൻ വല്ലപ്പോഴും ഇപ്പോൾ ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്ന പോലെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കാര്യമായിട്ട് കുക്ക് ചെയ്തുള്ളൂ. അതുകൊണ്ട് മേടിച്ച വെജിറ്റബിൾസ് ഒക്കെ അതേപടി ഇരിക്കുകയായിരുന്നു, ഒന്നും കാര്യമായിട്ട് ചെയ്തില്ല. അതുകൊണ്ട് ഈ മത്തങ്ങ ഞാൻ കേടുവരുമോ എന്ന് പേടിച്ചു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ഇതിനകത്ത് പാക്കിനകത്ത് ഇരുന്ന കാരണം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മത്തങ്ങ ഇരിപ്പുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ ആദ്യം. മത്തങ്ങ മുറിക്കൽ ശരിക്കും എനിക്ക് നല്ല പണിയായിട്ട് തോന്നിയിട്ടുണ്ട്. മുറിച്ച തൊലി കളഞ്ഞ് കിട്ടിയാൽ പിന്നെ വലിയ കുഴപ്പമില്ല. ഭയങ്കര കട്ടിയല്ലേ മത്തങ്ങ മുറിക്കൽ. എനിക്ക് ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങിയ സമയത്ത് നല്ല പണി കിട്ടിയിട്ടുണ്ട്. കത്തി ഇങ്ങനെ നമ്മൾ മുറിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും, കുക്കിംഗ് ഒന്നും വശമില്ലാത്ത സമയത്ത് കത്തി നല്ല തെറിച്ച് എൻ്റെ കയ്യിലോട്ടൊക്കെ കൊണ്ടിട്ടുണ്ട്, നല്ലതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഞാനിത് വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഇതെല്ലാം കൂടെ കുട്ടി കുട്ടി പീസാക്കി ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. കഴുകിയെടുത്തിട്ട് തൊലി കളയാം. മത്തങ്ങ ഞാൻ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ മത്തങ്ങ കട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ഈ മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടി വൻപയർ വേവിച്ചെടുക്കാം. വൻപയർ നന്നായിട്ട് കഴുകി പ്രഷർ കുക്കറിൽ വേവിക്കാം. അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇത്രയേ ഉണ്ട്. അപ്പൊ ഞാനിതെല്ലാം കൂടെ എടുത്ത് എരിശ്ശേരി ഉണ്ടാക്കിയ ഒരു 2-3 ദിവസം എരിശ്ശേരി കഴിച്ചാലും തീരത്തില്ല. അത്രയും ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ അത് മതിയാവും, നമുക്കങ്ങ് മടുക്കും എല്ലാ ദിവസവും എരിശ്ശേരി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് മത്തങ്ങ ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് തോരൻ പോലെ ഇച്ചിരി ഒരു ദിവസത്തേക്കുള്ള ഒരു തോരൻ ഉണ്ടാക്കി വെച്ചാൽ അതൊരു ചേഞ്ചും ആവും, വേറൊരു കൂട്ടാനും ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ ഫുഡ് പ്രോസസ്സറിൽ തന്നെ ഇച്ചിരി മത്തങ്ങ എടുത്തിടണം, ഒന്ന് കറക്കി എടുത്താല് ചെറുതായി കിട്ടുമല്ലോ തോരന് വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ട് ചെറുതാക്കിയിട്ടില്ല കേട്ടോ. തോരന് ശരിക്കും കൈവച്ച് നീളത്തിൽ അരിയണം. അപ്പൊ അത്രയും നേരം നിന്ന് അരിയാനായിട്ട് ശരിയാവത്തില്ല. മുരളിയേട്ടന് മത്തങ്ങ ചെറുതായിട്ട് അരിയാൻ പാടായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് ഫുഡ് പ്രോസസ്സറിൽ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പരീക്ഷണമാണേ, കുറച്ചെടുത്താൽ മതി, ബാക്കി എരിശ്ശേരിക്ക് തന്നെ ഇരിക്കട്ടെ. കൊള്ളാം കേട്ടോ സംഭവം, നല്ല ഐഡിയ ആയി. ഞാനീ കഷ്ടപ്പെട്ട് മത്തങ്ങ തോരന് കൈവച്ച് ഇത്രയും നാളെ അരിഞ്ഞുകൊണ്ടിരുന്ന എല്ലാം വെറുതെ ആയി. എൻ്റെ വിചാരം മത്തങ്ങ ഇങ്ങനെ ഈ ഫുഡ് പ്രോസസ്സറിലിട്ട് ഇങ്ങനെ ചെയ്താൽ അതെല്ലാം കൂടെ അങ്ങ് ചതഞ്ഞ് പോകുന്നായിരുന്നു. നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനെ തന്നെ ഞാൻ മത്തങ്ങ തോരൻ ഇങ്ങനെ തന്നെ ഇനിയും ചെയ്താൽ മതി. വെറുതെ നിന്ന് ഇങ്ങനെ പൊടിയായിട്ട് അരിയുന്നത് എന്തിനാ? ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു തോരനുണ്ടാക്കാം. തോരന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുവാണേ. അവിടെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇവിടെ പയറൊക്കെ വെന്തിട്ടുണ്ട്. എരിശ്ശേരിയുടെ പയറ് വെന്ത് ഞാൻ പ്രഷർ കുക്കറൊക്കെ തുറന്നിട്ടുണ്ട്. അതിലോട്ട് മത്തങ്ങയും കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് വേവിക്കാം. ശരിക്കും എരിശ്ശേരിക്ക് പയറൊക്കെ എടുത്ത് മാറ്റി അങ്ങനെയൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ ഒന്നിട്ട് വേവിക്കുകയാണ്.
ഇനി ആ കുക്കർ ഒന്നുകൂടെ അടച്ചു വെക്കാം. ഇനി വെയിറ്റ് ഒന്നും ഇടണ്ട, ജസ്റ്റ് ആ മത്തങ്ങ വേകാൻ വേണ്ടിയിട്ട് പൊടികളും കൂടെ ഇട്ടങ്ങ് അടച്ചു വെക്കണം. എരിശ്ശേരിക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വേവിക്കണം. ബാക്കി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2-2.5 ടീസ്പൂൺ മുളക് പൊടി ഇടാം. മത്തങ്ങ കുറച്ച് കൂടുതലുണ്ടല്ലോ. തോരനിലോട്ട് ആ തേങ്ങ തിരുമിയതിടുവാണേ. തേങ്ങയുടെ കൂടെ ഞാൻ അരപ്പെന്ന് പറയുന്നത് വെളുത്തുള്ളി, ചുമന്നുള്ളി, ജീരകം, പച്ചമുളക്. മത്തങ്ങ തോരന് മുളക് പൊടിയേക്കാളിലും പച്ചമുളക് ഇട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകം ഉണ്ട്. ചെറിയ ജീരകം 1/4 ടീസ്പൂൺ. ഈ അരപ്പ് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് അതിന്റെ കൂടെ ഈ മത്തങ്ങയും കൂടി ഇട്ട് അങ്ങ് ഒരുമിച്ച് വേവിച്ചാൽ മതിയെ. വെള്ളം ഒഴിക്കണ്ട. മത്തങ്ങ തോരന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. വെച്ചാൽ മത്തങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഒട്ടും വെള്ളം ഒഴിക്കാതെ ലോ ഫ്ലെയിമിൽ അങ്ങ് വേവിച്ചാൽ മതി. ഒരു 5-10 മിനിറ്റ് ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. മുരളിയേട്ടൻ കുളി കഴിഞ്ഞെത്തി. അപ്പം കിച്ചൺ ഞാൻ മുരളിയേട്ടന് തൽക്കാലം ഹാൻഡ് ഓവർ ചെയ്ത് കേട്ടോ. അപ്പൊ പൊട്ടറ്റോ തൊലിക്കുകയാണ്. പൊട്ടറ്റോ തൊലിക്കുകയല്ല, അത് പൊട്ടറ്റോ മെഴുക്കുവരട്ടിക്ക് വേണ്ടി പൊട്ടറ്റോ അരിഞ്ഞുകൊണ്ടിരിക്കുക മുരളിയേട്ടൻ. മത്തങ്ങത്തോരൻ വേഗം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് അടച്ച് ലോ ഫ്ലെയിമിൽ സിമ്മിലിട്ടിരുന്നത്. കറക്റ്റ് നല്ല പരുവത്തിന് ഒട്ടും കുഴയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കുകയാണേ. ഈ എരിശ്ശേരിയുടെ മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അതിനകത്തോട്ടും അരപ്പ് ചേർക്കുകയാണ്. അതിന്റെ അരപ്പെന്ന് പറയുന്നത് തേങ്ങ തിരുമിയത്, വെളുത്തുള്ളി, ജീരകം, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ മത്തങ്ങ വേഗം നേരത്തെ ഇട്ടുന്നതുകൊണ്ട് ഇവനെ രണ്ടാമത് ചേർക്കുന്നില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രം. അത് ഞാൻ ഓർക്കാതെ തേങ്ങയുടെ കൂടെ അങ്ങ് ചേർത്ത്, അതായത് മഞ്ഞ കളർ വന്നത്. ഞാനത് മത്തങ്ങയോട് ചേർത്തിരുന്ന ഓർത്തില്ല. അപ്പൊ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത്, പിന്നെ ഓർത്ത് കഴിഞ്ഞാൽ വേഗം നേരത്തും പൊടികൾ ചേർത്തിരുന്നല്ലോ എന്ന്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ആ വെളുത്തുള്ളിയുടെ പച്ച മണം മാറുന്ന വരെ ഒന്ന് തിളപ്പിക്കണം. ആ സമയത്ത് കടുവും കൂടെ വറുക്കും. എരിശ്ശേരിക്ക് കടുവ് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിച്ച് 2 ഉണക്കമുളകും ഇട്ടു. ഇത് പൊട്ടി വരുമ്പോഴത്തേക്കും തേങ്ങ തിരുമിയത് ചേർക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഈ തേങ്ങ തിരുമിയത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ. എരിശ്ശേരിയൊക്കെ റെഡിയായി അടുപ്പിൽ നിന്ന് മാറ്റി. പൊട്ടറ്റോ മെഴുക്കുവരട്ടി വേവിക്കാനായിട്ട് ഇട്ടേക്ക്. വേവിക്കാനായിട്ട് വെള്ളമൊന്നും ഒഴിച്ചല്ല, പൊട്ടറ്റോ മുള്ളിയായിട്ട് നല്ല പൊടിയായിട്ടൊക്കെ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ഒഴിച്ച് തന്നെ ഞാനങ്ങ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാൻ. സ്ഥിരം ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചു. അപ്പോഴത്തേക്കും നല്ല നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കും. പക്ഷെ ഇങ്ങനെ വേവിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു രസമായിരിക്കും. എളുപ്പമാണ്. 2 പ്രാവശ്യം അങ്ങനെ വെള്ളം ഒഴിച്ച് വേവിച്ച് പിന്നെ എണ്ണ ഒഴിച്ചെടുക്കുന്നതിലും ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് ചെയ്യാറ്. ചിലപ്പം പെപ്പർ ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടത്തില്ല. ഓരോ പ്രാവശ്യം ഒരു സൗകര്യം അനുസരിച്ച് കുരുമുളക് പൊടി ഇടുന്നത്. ഇപ്പം കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടു. അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം. ഒന്ന് പൊട്ടറ്റോ ഒക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും തുറന്ന് വെച്ചൊന്ന് മൂപ്പിക്കുവേ. ഒന്ന് ഞെക്കി നോക്കട്ടെ. കുഞ്ഞായിട്ട് അരിഞ്ഞ കാരണം വേഗം വെന്ത് കിട്ടും. കുറച്ച് വെന്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കാം. എല്ലാ പീസും വെന്തിട്ടില്ലെങ്കിൽ അതിങ്ങനെ കട്ടയായിട്ട് കിടക്കും. ഞങ്ങൾ എരിശ്ശേരി ഉണ്ടാക്കി, മത്തങ്ങ തോരൻ ഉണ്ടാക്കി, പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. ഇപ്പൊ തോരൻ ഇപ്പം എടുക്കുന്നില്ല, അത് അടച്ചിവിടെ വെക്കുക. തണുത്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റണം, വേറെ ദിവസം എടുക്കാം. ഇപ്പം എരിശ്ശേരിയും പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും ചോറും കൂടെ കഴിക്കാൻ പോവാ. ചിക്കൻ ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു, അത് ചൂടാക്കി എടുത്തിട്ടുണ്ട്.
കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പാത്രം കഴുകല് കിച്ചണെല്ലാം ഒതുക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് കിച്ചണെല്ലാം വൃത്തിയാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നിരിപ്പായി. ഇനി ഞാൻ വിചാരിച്ചു നമ്മുടെ ഗീവ് ഒക്കെ കഴിഞ്ഞ് കുറെ മെയിലുകളൊന്നും ഞാൻ പിന്നെ നോക്കിയില്ല. കമന്റ്സിനും ഇപ്പൊ ഇച്ചിരി ഈയിടെയായിട്ട് റിപ്ലൈ കുറച്ചധികം ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിനൊന്നും വലുതായിട്ടൊന്നും അയക്കുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് മുരളിയുടെ കൂടെ വീട്ടിൽ ഇരിക്കുന്നതാണ്, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടൈം കിട്ടുന്നില്ല. അടുത്ത മൺഡേ, ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫ്രൈഡേ ആണ്, മൺഡേ തൊട്ട് മുരളിയുടെ ഓഫീസിൽ പോയി തുടങ്ങും. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും. അപ്പൊ ഞാൻ കുത്തിയിരുന്ന് എല്ലാ വീഡിയോസിനും പഴയ പോലെ ബുക്കുകളായിട്ട് റിപ്ലൈ അയക്കുവേ. ഞാൻ സ്ഥിരമായിട്ട് തന്നെ പഴയ പോലെ നേരത്തെ എല്ലാ കമന്റ്സിനും ഞാൻ മുടങ്ങാതെ റിപ്ലൈ തരുമായിരുന്നു. മൺഡേ തൊട്ട് ഞാൻ ആ പഴയ ടൈം ടേബിൾ എല്ലാത്തിനും മുടങ്ങാതെ റിപ്ലൈ അയക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗീവ് അവേ കൊടുക്കണമല്ലോ, അയക്കണമല്ലോ. അപ്പം ആരൊക്കെ അവരുടെ അഡ്രസ്സ് 3 പേരെ സെലക്ട് ചെയ്തിരുന്ന് അവര് മെയിൽ അയച്ചിട്ടുണ്ടോ നോക്കാം. മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയി ഗിഫ്റ്റ് എല്ലാം അയക്കാനായിട്ടുള്ള ഇതൊക്കെ നോക്കാം. അപ്പൊ എല്ലാവരുടെയും മെയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. കുറെ നേരം ഞാൻ മെയിലുകളെല്ലാം നോക്കി, ഒരുപാട് മെയിലുകൾ അല്ലാതെ വരുന്ന കാരണം ഗിഫ്റ്റായിട്ട് പ്രൈസ് വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാത്രമാണ് പ്രൈസ് വിന്നർ എന്ന് സബ്ജക്റ്റില് മെൻഷൻ ചെയ്ത കാരണം എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ എളുപ്പമായിരുന്നു. അപ്പൊ എനിക്ക് മെയില് ഷമീർ റാഫിയുടെയും കിട്ടി, റീജു ജെയിംസിന്റെയും കിട്ടി. ഇനി എനിക്ക് രജനി എബ്രഹാമിന്റെ മെയില് വന്നിട്ടില്ലെന്നാ തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് രജനി എബ്രഹാമിന്റെ മെയില് കണ്ടിട്ടില്ല. അപ്പം രജനി എബ്രഹാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ രജനി എനിക്കൊന്ന് മെയില് അഡ്രസ് ഒന്ന് അയച്ചു തരണം കേട്ടോ. അപ്പൊ 3 പേരുടെയും കൂടെ കിട്ടുകയാണെങ്കിൽ ഒരാളുടെയും കൂടെ രജനിയുടെ കൂടെ വന്നിട്ട് ഞാൻ 3 പേർക്കും കൂടെ ഒരുമിച്ച് എനിക്ക് ഗിഫ്റ്റ് അയച്ചാൽ മതിയല്ലോ. അത് വിചാരിച്ചിട്ടാണ്. അപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ രജനിയുടെയും കൂടെ കൊറിയർ അയക്കേണ്ട അഡ്രസ് എനിക്ക് ഈ മെയിലില് കമന്റ് ചെയ്യേണ്ട nishaspices@gmail.com ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ എന്റെ ഇമെയിൽ ID. അതിലോട്ട് ഒന്ന് കൊറിയർ അഡ്രസ്, ഫോൺ നമ്പർ, ഒന്ന് അഡ്രസ് മെയിൽ അയച്ചു തരണം. ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളല്ല, 2 സാധനങ്ങൾ. ഒരെണ്ണം ഒരു ഹാർഡ് ഡിസ്ക്. എന്റെ ലാപ്ടോപ്പിന്റെ സ്പേസ് ഒക്കെ കുറഞ്ഞു, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഒത്തിരി വർഷമായിരിക്കും, ഒരു 10 വർഷത്തിൽ കൂടുതലായി എന്റെ ലാപ്ടോപ്പ് മേടിച്ചിട്ട്. അപ്പൊ ഒത്തിരി സ്ലോ ആയി. ഇതിന്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് 2 ഹാർഡ് ഡിസ്ക് ഫുള്ളാക്കി വെച്ചേക്കുകയാണ്. അപ്പം ഒരു ഹാർഡ് ഡിസ്ക് മേടിച്ചു 1 ടെറാബൈറ്റിന്റെ. പിന്നെ ഞാൻ എന്റെ സൂത്രം മേടിച്ചു. അപ്പൊ ഈ കവർ ഒന്ന് പൊട്ടിക്കേട്ടെ, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. മേടിച്ച 2 സാധനങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഹാർഡ് ഡിസ്ക്, 1 ടെറാബൈറ്റിന്റെ ഹാർഡ് ഡിസ്ക്, സീഗേറ്റിന്റെ. ഇതെന്റെ വീഡിയോസ് എല്ലാം പോപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട്. കുറെ ഞാൻ ഒരു ഹാർഡ് ഡിസ്കിനകത്ത്, ഒന്നല്ല 2 ഹാർഡ് ഡിസ്കിനകത്ത് ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല. എന്നിട്ടുള്ള വീഡിയോസ് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ 2 ഹാർഡ് ഡിസ്ക് ഫുള്ളാണ്. അടുത്ത സംഭവം എന്താണെന്നോ, നമ്മള് പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് G-Passന്റെ ഐബ്രോ ട്രിമ്മർ. ഞാൻ കുറച്ച് നാളായിട്ട് ഈ കോവിഡ് തുടങ്ങിയപ്പോ തൊട്ട് മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമാണ്. കോവിഡ് തുടങ്ങിയപ്പോ തൊട്ടെന്ന് വെച്ചാൽ നാട്ടിൽ ചെന്നപ്പോ തൊട്ട് ഐബ്രോസ് എന്റെ ഇപ്പം കുളമായിട്ട് വൃത്തികേടായിട്ടിരിക്കുക. ഞാൻ മീനാക്ഷിയുടെ കല്യാണത്തിന്റെ സമയത്ത് എങ്ങനെയൊക്കെയോ ഒന്ന് ഷേപ്പ് ചെയ്ത് ശരിയാക്കി വെച്ചു. അപ്പം ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ കുറെ നാൾ അത് കഴിഞ്ഞ് പിന്നെ ചെയ്തിട്ടില്ല. അപ്പൊ വളർന്ന് എനിക്ക് തന്നെ അങ്ങനെ പ്ലക്ക് ചെയ്യാൻ കുറച്ച് വേദന സഹിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് അതൊന്നും രക്ഷയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ വീഡിയോസും ഒക്കെ കണ്ടു, ഐബ്രോ ഇങ്ങനെ ട്രിമ്മറിന്റെ കുറെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടു. അപ്പൊ ഈ സമയത്ത് പാർലറിൽ പോകുന്ന ഏതായാലും കുറച്ച് പാടല്ലേ, ഈ കോവിഡ് സമയത്തൊക്കെ പാർലറിൽ പോകുന്ന ഏതായാലും പാടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഐബ്രോ ട്രിമ്മർ മേടിക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ആമസോണിൽ നോക്കി, കുറെ ബ്രാൻഡുകളുണ്ട്, പല വിലയുടെ ബ്രാൻഡുകളുണ്ട് കേട്ടോ. അപ്പൊ ഒരു 15 ദിറം, ഞാനിപ്പോ ഇവിടത്തെ വിലയാ പറയുന്ന, ഒരു 15 ദിറത്തിന്റെ തൊട്ട് ഒരു 100 ദിറത്തിന്റെ വിലയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു തീരെ വില കുറഞ്ഞത് മേടിക്കണ്ട. പക്ഷെ എനിക്ക് നാട്ടിലോട്ട് ഒക്കെ ആണെങ്കിലും യൂസ് ചെയ്യണ്ടേ, നല്ല കുറച്ച് ഒരു തീരെ മോശം ബ്രാൻഡ് മേടിച്ചാൽ പിന്നെ ചീത്തയായി പോയി എന്ത് എടുക്കും എന്ന് വിചാരിച്ചാൽ ഇവിടുത്തെ ഒരുവിധം ഒരു ഭയങ്കര വില കൂടിയതല്ല മേടിച്ചത്. ഒരു 35 ദിറത്തിന്റെ ഒരു ബ്രാൻഡ്, 30 ദിറം അല്ല 35 ദിറം, 15 ദിറത്തിന്റെ ഒരു സാധനമൊക്കെ ഉണ്ട്. അതിന് പക്ഷെ 10 ദിറം ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം. അങ്ങനെ വെറുതെ ഷിപ്പിംഗ് ചാർജ് കൊടുത്ത് ഒരു അങ്ങനെ നമ്മൾ ഒട്ടും കേൾക്കാത്തൊരു കമ്പനി മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ G-Passന്റെ ഒരു ഐബ്രോ ട്രിമ്മർ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ യൂസ് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇത് ചാർജ് ചെയ്യണമായിരിക്കും. ഞാൻ അടുത്ത വീഡിയോയില് ചാർജ് ചെയ്തിട്ട്
ഒക്കെ കാണിക്കാം. ഞാൻ എടുത്ത് പുറത്ത് കാണിക്കാം. ചാർജ് ചെയ്യണം എന്നാണ് എൻ്റെ തോന്നൽ. ഇതിപ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. ജീപ്പാസ് ആകുമ്പോൾ 1 year വാറണ്ടി ഒക്കെ ഉണ്ട്. അപ്പം കുറച്ച് നല്ല സംഭവമാണ്. ഏതായാലും 1 year വാറണ്ടി ഉണ്ടല്ലോ. അപ്പം 1 year ഏതായാലും ചീത്തയാവത്തില്ല. ചീത്തയായാലും അവർ തിരിച്ച് റിട്ടേൺ ചെയ്യുമല്ലോ. ചാർജ് ചെയ്യണം ഏതായാലും. അപ്പം ഇന്ന് ഏതായാലും ഞാൻ ഇതിൻ്റെ സംഭവം കാണിക്കാം. എങ്ങനെ ശരിക്കും ഒരു പേന പോലെ പെയിൻലെസ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഒരു പെൻ പോലെ ഇരിക്കും. ശരിക്കും ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. ഇതാണ് സംഭവം കേട്ടോ. ഐബ്രോസും ട്രിം ചെയ്യാം, അപ്പർ ലിപ്സും ട്രിം ചെയ്യാം. ഇതാണ് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകുകയാണെങ്കിൽ ഇതാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്. അപ്പർ ലിപ്സും അപ്പർ ലിപ്സ് ഞാൻ പണ്ട് ചെയ്യാറില്ലായിരുന്നു. ഈയിടെ എന്നല്ല, ഒരു 2 വർഷമായിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം പക്ഷെ എനിക്ക് ഭയങ്കര, ഞാനിങ്ങനെ കണ്ണിക്കൂടൊക്കെ വെള്ളം വന്ന് വല്ലപ്പോഴും ചെയ്യത്തുള്ളൂ. സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. അപ്പം ഇത് പെയിൻലെസ് ആണെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ. ബ്യൂട്ടി പാർലറിൽ പിന്നെ പോവുക വേണ്ട. ഈ സംഭവം ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് പൊക്കോണ്ടിരുന്നത്. ഇത് കിട്ടുകയാണെങ്കിൽ പിന്നെ പോവുക വേണ്ടല്ലോ. പിന്നെ ഇത് ഞാൻ ഏതായാലും ചാർജ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ യൂസ് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഏതായാലും ചാർജ് ചെയ്യണം. ഇപ്പം ഞാൻ പോയി വിളക്ക് കത്തിക്കാനായിട്ട് മേലൊക്കെ കഴിയട്ടെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആമസോണിൽ നിന്ന് ഈ കൊറിയർ വന്ന ഉടനെ ഫസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഈ കവർ ഫുള്ളായിട്ട് സാനിറ്റൈസർ വെച്ച് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. സാനിറ്റൈസർ വെച്ച് ഫുൾ കവർ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് അകത്തോട്ട് കയറ്റിയത്. സമയം ഇപ്പം രാത്രിയിൽ 8 മണി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുറച്ചു നേരം സിനിമയൊക്കെ കണ്ട് വീട്ടിലോട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞ് അങ്ങനെ കുറെ സമയം പോയത്. എറണാകുളത്തോട്ടും ട്രിവാൻഡ്രത്തോട്ടും അമ്മയും അച്ഛനും അമ്മയും എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ സിനിമയൊക്കെ കണ്ട് രാത്രിയിൽ ആഹാരം രാത്രിയിലത്തേക്കൊന്നും ഉണ്ടാക്കാനല്ല, എല്ലാം ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അതൊക്കെ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വ്ളോഗായിട്ട് കാണാം. ഞാൻ ഐബ്രോ ട്രിമ്മർ വേറൊരു ചാർജൊക്കെ കയറിയിട്ട് അടുത്ത വ്ളോഗിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അതെ, ഇന്ന് ക്വാറന്റൈൻ രാവിലെ പറഞ്ഞായിരുന്നു. ലാസ്റ്റ് ഡേ ആണ്. നാളെത്തൊട്ട് പുറത്തൊക്കെ ഇറങ്ങാം. അപ്പൊ ശരി, ഇവിടെ കോവിഡ് കേസൊക്കെ കുറഞ്ഞു. നാട്ടിലിപ്പോ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്ത് ഇറങ്ങാനും പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഇന്നിപ്പോ 300 സംതിങ്ങേ ഉള്ളൂ ഇവിടുത്തെ കേസ്. മുള്ളിയുടെ ഇപ്പൊ മൺഡേ തൊട്ട് ഓഫീസിൽ പോയി തുടങ്ങും. ഞാനിപ്പോ പറയായിരുന്നു 4 മാസങ്ങൾക്കൊക്കെ ശേഷം സ്കൂൾ കുട്ടികളൊക്കെ ഫസ്റ്റ് ഡേ സ്കൂളിലോട്ടൊക്കെ വിടുന്ന പോലെയാണ്. അപ്പൊ എനിക്കൊരു വിഷം. ഇത്രയും നാളെ നമ്മൾ വീട്ടിൽ നിന്നിട്ട് പോകുമ്പോഴത്തേക്കും ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞിട്ടാൽ ഏതായാലും പോകണം മൺഡേ തൊട്ട് ഓഫീസിൽ. അപ്പൊ ശരി, അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.